ട്രംപിന്റെ മണ്ടൻ തീരുമാനം കൊണ്ട് അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ഡോളറിന്റെ വില കുത്തനെ കൂടണം, ഡോളർ എല്ലായിടത്തും സ്വീകാര്യമാകണം, ഇതാണ് ട്രംപിന്റെ ലക്ഷ്യം. പക്ഷേ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അതായത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രിക്സ് നമുക്കറിയാം, ബ്രിക്സ് ഉച്ചകോടിയൊക്കെ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് RIC, അതായത് റഷ്യ, ഇന്ത്യ, ചൈന, ഈ മൂന്ന് വമ്പൻ ശക്തികളാണ്. ഈ മൂന്ന് വമ്പൻ ശക്തികൾ കൂടെ കൂടുമ്പോൾ ബ്രിക്സ് കറൻസി വരുമോ എന്നുള്ള ഒരു ആശങ്ക ട്രംപിനുണ്ട്. കാരണം ഡോളർ അല്ലാത്ത ഒരു കറൻസിയിലൂടെ ഇനി വ്യാപാരങ്ങൾ നടത്താം എന്നുള്ള ഒരു തീരുമാനം നേരത്തെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ മൂന്ന് ശക്തികളും കൂടി പോകുമോ എന്നുള്ളതാണ് ട്രംപിന്റെ ഭയം. ആ ഭയത്തിലാണ് നമ്മൾ ഒരു വർഷം റഷ്യയിൽ നിന്ന് 13 ലക്ഷം കോടിയുടെ എണ്ണയാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ കറൻസി കൊടുത്തിട്ടാണ്, ഇന്ത്യൻ കറൻസി കൊടുത്തിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. ഇന്ത്യ അത് ചെയ്യുന്നത് കണ്ട് മറ്റ് രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവരുടെ നാണയങ്ങൾ അല്ലെങ്കിൽ അവരുടെ കറൻസി കൊടുത്തിട്ടാണ്. ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അപ്പൊ അമേരിക്ക പറയുന്നു, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് തരാം, എണ്ണ വാങ്ങൂ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ പറയുന്നത് വേണ്ട, നമുക്ക് തരാനുള്ളതിൽ അധിക എണ്ണ റഷ്യയിലുണ്ട്. പിന്നെ എന്തിനാണ് റഷ്യക്ക് ഈ യുദ്ധമൊക്കെ വന്നപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ആ സമയത്ത് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനൊക്കെ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ അത് പിന്നീട് ആ രാജ്യത്തും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും. അപ്പൊ അതിന്റെ ഒരു ഫലമായി ആരും റഷ്യക്ക് സഹായത്തിനില്ലാതിരുന്നപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് റഷ്യയെ സഹായിക്കാനായി മുന്നോട്ട് വന്നത്. അപ്പോൾ ഇന്ത്യക്ക് ആരെയും ഭയമില്ല, കാരണം ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരിട്ട് ഈ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള, അതായത് ഇങ്ങനെ നേരിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ അത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിൽ നിന്ന് നേരിട്ടുള്ള ഒരു സപ്ലൈ കൂടി ആകുമ്പോൾ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള സപ്ലൈ ആകുമ്പോൾ അത് അമേരിക്കയെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ്. അവരുടെ ഈ ഗ്യാസ് ഇതിന്റെ വിപണന രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഈ ബ്രിക്സ് കറൻസി വരുന്നതും റഷ്യയുടെ ഈ ഒരു വലിയ മാറ്റവും ഒക്കെ വല്ലാത്ത രീതിയിൽ ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പോൾ ഈ താരിഫൊക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. ആഗോള ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത്? 3 സൂപ്പർ പവറുകൾ എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങളെ വിഭജിക്കുന്നതെന്ന് ഒരു സംഘം വിദഗ്ധർ പറയുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും അലസ്കായിൽ നേരിട്ട് ചർച്ച നടത്തുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തുന്നതിന് തൊട്ടു മുൻപ് പുടിനും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ചർച്ചയെ ഏറ്റവും കൃത്യമായി നിരീക്ഷിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ചൈനയും റഷ്യയും തമ്മിൽ മികച്ച ബന്ധമാണ് നിലവിലുള്ളത്. പുടിനുമേൽ ട്രംപ് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള സ്വാധീനം ചൈനീസ് പ്രസിഡന്റ് ഉണ്ടെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ലോകം സൂപ്പർ പവറുകൾ ഭരിക്കുന്ന വൻ ശക്തികളുടെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൈന, അമേരിക്ക, റഷ്യ എന്നിവർ ആയിരിക്കും ഉക്രൈൻ സംഘർഷത്തിന്റെ ഗതി തീരുമാനിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. 3 സൈനിക ഭീമന്മാരും ആഗോള സ്വാധീനത്തിനായുള്ള പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഭൂപടം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നീലനിറം അമേരിക്കയും അവരുടെ കീഴിലുള്ള രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അതായത് യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടെ ഏഷ്യ, ആഫ്രിക്ക, ദക്ഷിണാമേരിക്ക എന്നിവയുടെ ഭൂരിഭാഗത്തിലും കൂടുതൽ ശക്തമായി പിടിമുറുക്കുന്ന ചൈനയ്ക്കാണ് ചുവപ്പ് നിറം. കിഴക്കൻ യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, അതിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ ആധിപത്യം റഷ്യക്കാണ്. ഇതിന് ഇരുണ്ട നിറമാണ്. റഷ്യ വലിയൊരു സൈനിക ശക്തിയാണ്. ചൈനയാകട്ടെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ചൈന കടം നൽകുകയും പിന്നീട് തിരിച്ചടിക്കാൻ അവർക്ക് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ആ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് പതിവ്.
അമേരിക്കയ്ക്ക് സാമ്പത്തിക സ്വാധീനവും സൈനിക ശക്തിയും മാത്രമല്ല ഫാഷൻ, സംഗീതം, സിനിമ, ഫാസ്റ്റ് ഫുഡ് എന്നീ മേഖലകളിലും ആധിപത്യമുണ്ട്. പക്ഷേ അവരുടെ സമ്പദ് വ്യവസ്ഥ ക്ഷയിച്ചു വരികയാണ്. ഇത് പരിഹരിക്കാനാണ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. ഡോളർ ഇപ്പോഴും ആഗോള കരുതൽ കറൻസിയാണ്, പക്ഷേ അതിന് മുൻപത്തേക്കാൾ ആധിപത്യം കുറഞ്ഞു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതുപോലെ അമേരിക്ക ഇല്ലാതെ ലോകത്തിന് ജീവിക്കാൻ കഴിയും, ചൈനയില്ലാതെ അതിന് കഴിയില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ച് വലിയൊരു ഊർജ്ജ ശേഖരം അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ബ്രസീൽ മുതൽ ഇന്ത്യയും ചൈനയും വരെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇനി വരും കാലങ്ങളിൽ ചൈന ആഗോള ശക്തിയായി മാറാനുള്ള സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കതിൽ സംശയം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ രീതിയിൽ ഉയർന്ന ഒരു രാജ്യമാണ് ചൈന. മറ്റ് രാജ്യങ്ങൾക്ക് കടം കൊടുത്തുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ രാജ്യങ്ങളെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു കുതന്ത്ര ബുദ്ധിയുമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ചൈന. ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയും. ഇന്ത്യ അത് പഠിച്ച പാഠവും കൂടിയാണ്. ഇന്ത്യ ചൈന ഭായിമാരായിരുന്ന ഒരു കാലത്ത് നിന്നും ഇപ്പോൾ ഇന്ത്യയും ചൈനയും അത്ര സ്വരച്ചേർച്ചയല്ലാത്തൊരു കാലത്തേക്ക് മാറിയതിന് പിന്നെ വലിയ കഥകൾ ഉണ്ട് എന്നുള്ളതാണ്. ചൈനയുടെ ചതിയുടെ കഥകൾ ഉണ്ട് എന്നാണ്. ചങ്കിലെ ചൈനയല്ല നമ്മൾ കാണുന്നത്. അത് ചില അന്തം കമ്മികൾക്കാണ് ചൈന ചങ്കിൽ. പക്ഷെ ചൈന അങ്ങനെയല്ല. ചൈന ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ, ഇന്ത്യയെ തകർക്കാനൊക്കെ ചൈന നടത്തുന്ന നീക്കങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ സ്വന്തം രാജ്യത്തെ കുറച്ച് പഴയ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് കുറച്ചുകൂടി രാജ്യത്തെ വിപുലമാക്കിക്കൊണ്ട് തങ്ങളിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു വിശാല റഷ്യയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. ഇതിനിടയിലേക്കാണ് ഇന്ത്യ പതിയെ വളർന്ന് ഇപ്പൊ ലോകം തന്നെ അസൂയപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ വളർച്ച എത്തിയിരിക്കുന്നു. സാമ്പത്തിക മേഖലയിലാണെങ്കിലും സൈനിക മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലയിലാണെങ്കിലും ഒക്കെ ഇന്ത്യയുടെ വളർച്ച അസൂയാവഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ ഓരോ രാജ്യത്തുള്ളവർ ക്യൂ നിൽക്കുന്നു, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. അങ്ങനെ വലിയ തലത്തിലേക്കാണ് ഇന്ത്യയുടെ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യ, ചൈന, റഷ്യ മൂന്ന് രാജ്യങ്ങളും കൂടി വലിയ ശക്തിയായി ഒരു മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞാൽ ഡോളറിനപ്പുറം ബ്രിക്സ് കറൻസി കൂടി രൂപപ്പെട്ടു വന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിലേക്കാക്കും പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചയുടെ കാലഘട്ടവുമായിരിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള നേട്ടം ഈ പിന്നെ ഇപ്പോൾ ഡെൻമാർക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഇന്ത്യ ഒരു ഡെഡ് എക്കോണമി അല്ല, ഫാസ്റ്റസ്റ്റ് എക്കോണമിയാണ് ഇന്ത്യ. എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് വളരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഡെൻമാർക്കൊക്കെ അങ്ങനെ പറയുന്നത് തന്നെ വലിയ സംഭവമായാണ് നമ്മളൊക്കെ കാണുന്നത്. കാരണം ഈ അമേരിക്കയുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുമായി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യ പറയുന്നതാണ് ശരി, ഇന്ത്യക്ക് താരിഫ് ഉയർത്തിയത് അമേരിക്ക ശരിയായില്ല, അത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് തന്നെ കാരണമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ തിരിയുമ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അമേരിക്ക സ്വയം ചോദിച്ചു തുടങ്ങിയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാനസിക നില ശരിയല്ലാത്ത ഒരാളെ പോലെ ട്രംപ് പെരുമാറുന്നു. ട്രംപ് ആ ലെവലിൽ കാര്യങ്ങളെ നോക്കുന്നു. ഇപ്പൊ നാളെ ട്രംപും പുടിനും തമ്മിൽ ഒരു ചർച്ച നടത്തുമ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അവിടെ സ്വാഭാവികമായും സെലൻസ്കിയും പുടിനും സംസാരിച്ച ഒരു ഒത്തുതീർപ്പുണ്ടായിട്ട് വേണം ഒരു മധ്യസ്ഥന്റെ ചർച്ചയുടെ ആവശ്യം. പക്ഷെ ഇവിടെ നൊബേൽ സമ്മാനം വാങ്ങാൻ വേണ്ടി സെലൻസ്കിയെയും പുടിനെയും തമ്മിൽ സംസാരിപ്പിക്കാതെ ട്രംപും പുടിനും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതായത് അമേരിക്ക പറഞ്ഞു വേണം റഷ്യ ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ഉക്രൈന് സമാധാനം കൊടുത്തത്, ആ സമാധാനം വാങ്ങിക്കൊടുത്തത് ട്രംപ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ട്രംപിന്റെ മറ്റൊരു ബുദ്ധിയില്ലാത്ത കളി എന്ന് വേണം ഇതിനെ കാണാൻ. എന്തായാലും ബ്രിക്സ് കറൻസി വന്നാൽ ഡോളറിന്റെ മൂല്യം ഇടിയും. അത് മറ്റൊരു വലിയ തലത്തിലേക്ക് ചർച്ചകൾ വഴിമാറും. അത് മറ്റു വലിയ തലത്തിലേക്ക് വ്യാവസായിക രീതികളിലേക്ക് മാറും. അപ്പോൾ എന്തായാലും ഇപ്പോ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്.